പയ്യന്നൂർ കാപ്പാട്ടുകഴകം പെരിങ്കളിയാട്ടം വരച്ചുവെക്കൽ ചടങ്ങ് ക്ഷേത്രസന്നിധിയിൽ ഭക്ത്യാദരപൂർവ്വം നടന്നു. അരങ്ങിലടിയന്തരത്തിനു ശേഷം ജന്മഗണേശൻ CP ഗോപാലകൃഷ്ണന്റെ കാർമ്മികത്വത്തിലാണ് ചടങ്ങ് നടന്നത്. കണ്ണോത്ത് കുഞ്ഞമ്പു അന്തിത്തിരിയൻ രാശിക്കളത്തിൽ സ്വർണവും അരിയും പൂവും വെച്ചു. സ്വർണത്തിന്റെ ലക്ഷണങ്ങൾ പ്രകാരം ജ്യോതിഷികൾ ശുഭാശുഭ ഫലങ്ങൾ നോക്കി. രാശിയാണ്. ആ കുംഭൻ രാശിക്ക് ഇന്നത്തെ ഗ്രഹസ്ഥിതി ആദിത്യന്റെ ഉദയം, ശനിയുദയം, ഗുളികന്റെ ഉദയം, 2 രാഹു, 3 വ്യാഴം, 4 ചന്ദ്രൻ, അഷ്ടമത്തില് കേതു, 12 ചൊവ്വയും ബുധനും ശുക്രനും. ഇതാണ് ഗ്രഹസ്ഥിതി. അപ്പൊ ഏത് രാശി വെച്ചു കഴിഞ്ഞാലും ദൈവാനുഗ്രഹം എങ്ങനെയുണ്ട് നോക്കണം. ആ ദൈവാനുഗ്രഹം നോക്കണം. സർവേശ്വരാണാം ദക്ഷിണസ്ഥ നിത്യം സാന്നിധ്യം അസ്മദക്ഷിണേനുകൂലി പ്രായോനുകൂല സകലാക്ഷദേവാ തത്പ്രാതികൂല്യേ സതിനാനുകൂല. അപ്പൊ സർവേശ്വരകാരകനായ ആ വ്യാഴം ഇന്ന് ആരൂഢത്തിന്റെ 3ാം ഭാവത്തിലാണ്, വിക്രമരാശിയിലാണ്. പ്രദക്ഷിണമായിട്ട് നോക്കുന്ന സമയത്ത് ദൈവാനുഗ്രഹം ഇല്ലാത്ത ഒരു രാശിയാണ് വന്നത്. അമ്മയുടെ പേരിൽ വെച്ച പ്രശ്നമാണ്. ആ അമ്മയുടെ പേരിൽ വെച്ച പ്രശ്നപ്രകാരം ആ ചന്ദ്രൻ ഇന്ന് നിൽക്കുന്നത് 4ാം ഭാവത്തിലാണ്. ഉച്ചസ്ഥനായി ആ ചന്ദ്രന്റെ സ്ഥിതി അനുകൂലമായിട്ട് പറയാം. ദൈവാനുഗ്രഹം നോക്കുമ്പോൾ അതേപോലെ നോക്കേണ്ടതാണ് സ്വർണ്ണാരൂഢം. ആ സ്വർണ്ണാരൂഢത്തിലേക്ക് സ്വർണത്തിന്റെ സ്ഥിതി. ആ സ്വർണം ഭൂസ്പർശമായിട്ടില്ല, അത്രമാത്രം. സ്വർണം അധോമുഖാണ്, അതിന് ചെരിവുണ്ട്, അഗ്നിയിലേക്കാണ് ചെരിവിട്ടത്. സാമാന്യമായിട്ട് ചില ദോഷങ്ങളും കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കേണ്ട ഒരു രാശിയാണ് വന്നത്. പക്ഷെ അമ്മയുടെ ചിത്തസ്ഥിതി ഉള്ളത് കൊണ്ട് അതീതഫലമാരൂഢാതെ നമ്മൾ ചെയ്ത കാര്യങ്ങൾ എങ്ങനെയുണ്ട്, ഇപ്പോഴും ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെയുണ്ട്, ഭാവിയിലേക്ക് എങ്ങനെയാവും എന്നത് സൂചിപ്പിക്കാനാണല്ലോ. അപ്പോൾ ആ നമ്മുടെ ഉദ്ദേശിച്ച പെരുങ്കളിയാട്ടം കുറെ കാലത്തെ പ്രയത്നം കൊണ്ട് നമ്മൾ ഇപ്പോഴും നടത്തുന്നതാണ്. ഇപ്പൊ ചന്ദ്രാധിഷ്ഠിത രാശി കൊണ്ട് ചിന്തിക്കേണ്ടതുണ്ട്. ചന്ദ്രാധിഷ്ഠിത രാശി സൂചിപ്പിച്ച ആ നിമിത്തങ്ങളൊന്നും വകവെക്കാതെ പോയ ഒരു ലക്ഷണം ആ ചന്ദ്രാധിഷ്ഠിത രാശി കൊണ്ട് പറയുന്നുണ്ട്. ആ ചന്ദ്രാധിഷ്ഠിത രാശിക്കും വ്യാഴം 12-ലല്ലേ? അല്ല അല്ല, പ്രത്യേക മഹോത്സവത്തിന്റെ ഒരു നാന്ദിയാണ്. ഈ ഉത്സവം നമുക്ക് എങ്ങനെ പ്രതികരിക്കും, ഏത് രൂപത്തിൽ നമ്മൾ പ്രവർത്തിക്കണം. അപ്പോൾ ആ ചുറ്റുപാടിലാണ് ഞാൻ ഉദയരാശി എന്ന് പറയുന്നത്. നമുക്ക് ഗുരുദേവമുള്ള വ്യാഴോദയമുള്ള രാശി വന്നു എന്നുള്ളത് നമുക്ക് സൂചകം നന്നായിട്ട് വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, അത് കൃതയുഗ രാശിയാണ്. വ്യഞ്ജനം കൃതയുഗമേ അപ്പൊ ഇത് ഈശ്വരിതന്റെ ഈ ഉത്സവം ഏറ്റെടുത്തില്ലേ? ആ ഉദയരാശിയുടെ 2 ചന്ദ്രൻ നിൽക്കുന്നത് രക്ഷയിലാണ്. അതുകൊണ്ട് നമ്മളും ഉത്സവം ഏറ്റെടുത്തില്ല. അതാണ് ഈ കുംഭരാശി വന്നത്. ആരാണോ ഈ ഉത്സവം നടത്തപ്പെടേണ്ടുന്നത് അതിന്റെ ഉത്തരവാദപ്പെട്ട വ്യക്തികൾ, ഈ ക്ഷേത്ര ഭാരവാഹികളാവട്ടെ, അല്ലെങ്കിൽ എല്ലാ ഉത്തരവാദിത്തമുള്ളവരാവട്ടെ, അവർ ഈ ഉത്സവം ഏറ്റെടുത്തിട്ടാണ്. ദേവി പറയുന്നു ഞാൻ ഏറ്റെടുത്തു. ഇത് ഈ ജനസമൂഹത്തോട് ദേവി പറയുന്നതാണ്. അപ്പൊ അത് ശരി. പക്ഷെ എങ്കിലും നീലേശ്വരം സ്വദേശിയായ സുരേഷ് ബാബു അഞ്ഞൂറ്റാനാണ് കാപ്പാട്ട് ഭഗവതിയുടെ കോലധാരി. പോർക്കലി ഭഗവതിയുടെ കോലധാരിയായി കടന്നപ്പള്ളി കുണ്ടോറ ബാലം പെരുമണ്ണാനിയും കണ്ടെത്തി. ജ്യോത്സ്യന്മാരായ സദനം നാരായണൻ, കാളിദാസൻ ചെറുത്തൂർ, CP സുരേഷ് കുമാർ, CP സൂരജ് ബാബു, CP രാധാകൃഷ്ണൻ, CP പത്മനാഭൻ, KP പ്രവീൺകുമാർ, അണ്ടോൾ മോഹനൻ, രൂപേഷ് പൊതുവാൾ, സജിത്ത് തുടങ്ങിയവർ വരച്ചുവെക്കൽ ചടങ്ങിൽ പങ്കെടുത്തു.
ഡോട്ട്സ് മീഡിയ, പയ്യന്നൂർ.